ഈഗമനഗതരവ ഉടമനഗതലഗതരാതരവ ഓരികാലകാലകഷം ധരാതര. ആരാധനയ്ക്ക് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും സ്വർഗത്തിനും ഭൂമിക്ക് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ സഹായകമായി കടന്നു വന്ന് അവിടുത്തെ സന്നിധാനത്തിൽ മുട്ടുമടക്കുവാൻ അവിടുന്ന് ഒരിക്കൽ സാവകാശനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ രാത്രി കാലത്തെ കൂടി വരവ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരട്ടെ, അത് വിടുതലായി തീരട്ടെ. കർത്താവേ, കടന്നാളുള്ളവരെല്ലാവരെയും എത്രയും വേഗം അവിടുന്ന് കൂട്ടി വരുത്തണമേ. സഹായങ്ങളെ ഭാഷയായി വിചാരിപ്പാൻ കർത്താവേ ആരേ നീ അനുവദിക്കരുതേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരിഗമനഗതരാതലവ. പരിശുദ്ധാത്മാവിന്റെ പുതുശക്തി കർത്താവേ, പുതിയ കൃപയെന്ന് രാത്രികാലം അവിടെ ഞങ്ങളുടെ മേൽ പകർന്നാട്ട് ആത്മാവിന്റെ ബലം ഞങ്ങളെ ധരിപ്പിച്ചാട്ട് ദർശനങ്ങളെ തന്നാട്ട് കർത്താവേ, വെളിപ്പാടുകളെ പ്രാപിപ്പാൻ കൃപാവരങ്ങളെ ജ്വലിക്കപ്പെട്ടവരായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ ഞങ്ങളെല്ലാവരെയും ഒരുപോലെ ശക്തീകരിക്കണമേ. അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ഈ രാത്രികാലം അവിടെ ഞങ്ങളുടെ പേര് അവിടുത്തെ പുത്രർക്ക് പകർന്നാണ്ട് കർത്താവേ ഹല്ലേലൂയ പാടുവാനും ആരാധിപ്പാനും അവിടെ ഞങ്ങളെ ശക്തീകരിക്കണം. സുരക്ഷകളെല്ലാം കർത്താവേ അവിടെ അനുഗ്രഹമാക്കി തീർക്കണമേ. ജനത്തിലൂടെ കേട്ട ദൂതികള് ആലോചനകൾ ആത്മനിറവോടെ പ്രസ്താവിപ്പാൻ ഇന്ന് രാത്രികാലം ജനത്തെ അവിടെ നിന്ന് ബലപ്പെടുത്തിയാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭക്ഷിച്ചാരാധിച്ചു വരപ്പെട്ട് വിടുതലോടെ പശുകിടാങ്ങളെ പോലെ തുള്ളിച്ചാടി കടന്നു പോകുന്ന അവസ്ഥയിൽ ഈ രാത്രികാലം അടങ്ങി പോകുവാൻ അവിടെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഹല്ലേലൂയ കർത്താവിനെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ. നമുക്കെല്ലാം 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും അന്യഭാഷയിൽ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ അന്തരീക്ഷം ഹല്ലേലൂയ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി തടസ്സമായി ഉള്ളതിനെല്ലാം നീക്കം ചെയ്യുവാൻ ഹല്ലേലൂയ ഒരു വേറൊരു അന്തരീക്ഷം ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഹല്ലേലൂയ ആലയം പൊഹോട് നിറഞ്ഞു പറഞ്ഞ പോലെ സ്തോത്രം കൊണ്ടും അന്യഭാഷ കൊണ്ടൊക്കെ ആലയം നിറച്ച് ഹല്ലേലൂയ നമ്മൾ സ്തുതികളോടെ മറ്റു ചിന്തകളൊക്കെ മാറിപ്പോയിട്ട് ഹല്ലേലൂയ ഇവിടെ കർത്താവിനെ ആരാധിക്കുന്നതൊക്കെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി കർത്താവിനെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സകല തടസ്സങ്ങളും മാറിപ്പോവും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം. ഹല്ലേലൂയ. അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം. അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? ദൈവമാം വിശുദ്ധ ജാതിനാം. അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം. അവനവകാശമാം ജനം നാം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയാലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയാലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം. അവനവകാശമാം
ജനം നാം. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാ ജനം നാം. അവനീ തലത്തിൽ അപമാനം അവകാശം ഓർത്തിടണം. അവനീ തലത്തിൽ അപമാനം അവകാശമെന്നോർത്തിടണം. അവനായി കഷ്ടതയേറ്റുകിൽ തേജസ്സിൽ ആനന്ദയുഗം പാടിടുവാൻ. അവനായി കഷ്ടതയേറ്റുകിൽ തേജസ്സിൽ ആനന്ദയുഗം പാടിടുവാൻ. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. വീര വീര വീരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. വീര വീര വീരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാഹളമൂതിടുവാൻ ജയവീരനമേശുവിനെ. ജയ 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 കാഹളമൂതിടുവാൻ ജയവീരനമേശുവിനെ. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. അവത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. അവത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിലാകിലും ഞാനീ ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിലാകിലും ഞാനീ ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. അവനീ തലത്തിൽ അപമാനങ്ങളും അവകാശമെന്നോർത്തിടണം. അവനീ തലത്തിൽ അപമാനങ്ങളും അവകാശമെന്നോർത്തിടണം. അവനായി കഷ്ടതയേറ്റുകിൽ തേജസ്സിൽ ആനന്ദയുഗം പാടിടുവാൻ. അവനായി കഷ്ടതയേറ്റുകിൽ തേജസ്സിൽ ആനന്ദയുഗം പാടിടുവാൻ. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. വീര വീര വീരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. വീര വീര വീരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാഹളമൂതിടുവാൻ ജയവീരനമേശുവിനെ. ജയ 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 കാഹളമൂതിടുവാൻ ജയവീരനമേശുവിനെ. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. യഹോവാ ദൈവമാ വിശുദ്ധ
ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ? ദൈവമാം വിശുദ്ധ ജാതി അവനവകാശമാം ജനം യഹോവാ ദൈവമാം വിശുദ്ധ ജാതി അവനവകാശമാം ജനം യഹോവാ ദൈവമാം വിശുദ്ധ ജാതി അവനവകാശമാം ജനം ഓ യഹോവാ ദൈവമാം വിശുദ്ധ ജാതി അവനവകാശമാം ജനം ഓ യഹോവാ നമുക്കെല്ലാവർക്കും ദിവസം എഴുതി നിൽക്കാം. എല്ലാം ഒരുമിച്ച് ചേർന്ന് പാടി കർത്തനെ സ്തുതിക്കാം. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ. ഒരുമിച്ച് ചേർന്ന് പാടി കർത്തനെ സ്തുതിക്കാം. ഇപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോട് ചേരുവാൻ ആളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. വർദ്ധിക്കുന്നേ പ്രിയനോട് ചേരുവാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ.
യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാ പകൽ പ്രിയരോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാ പകൽ പ്രിയരോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രമാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രീതി ഭാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രീതി ഭാണിക്കും. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോട് കൂടി എന്നെ പാടി വിളിച്ച. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോട് കൂടെ എന്നെ പാടി വിളിച്ച. സുന്ദര മനോഹര നിന്നെ പിരി ലോകയാത്ര ഭാഗധരം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ വില്ലി വിളങ്ങിടുന്ന ജഡിജ സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയിൽ. വെള്ളത്തിൻ കുമിള പോലെ വില്ലി വിളങ്ങിടുന്ന ജഡിജ സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയിൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ. സർവസുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്ന ഞാൻ. സർവസുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്ന ഞാൻ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രമാരെ ഹരിക്കുമോ വത്സല. മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ ഇപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, വേറാലും ഞാൻ കാണുകയില്ല. പ്രിയനെ ഇപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, വേറാലും ഞാൻ കാണുകയില്ല. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രമാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയരോട് ചേരുവാൻ ഞാൻ എണ്ണി ജീവിച്ചിടുന്നു. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയരോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രമാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാ പകൽ പ്രിയരോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാ പകൽ പ്രിയരോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രമാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോട് കൂടെ എന്നെ പാടി വിളിച്ചാൽ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോട് കൂടെ എന്നെ പാടി വിളിച്ചാൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രമാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയിൽ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയിൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രമാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതിഭാണിക്കും വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സൗകര്യങ്ങൾ അർപ്പിക്കുന്ന ഞാൻ. സർവ
മകൻ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ പ്രാർത്ഥിക്കും ഞാൻ സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ഭാഗതൻ ഞാരന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതിഭാണിക്കും വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതിഭാണിക്കും വെടിയുമില്ല ഞാൻ എൻ പ്രിയരെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല വേലാലും ഞാൻ കാണുകയില്ല എൻ പ്രിയരെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല വേലാലും ഞാൻ കാണുകയില്ല സുന്ദരനാ മനോഹര ഞാൻ മാറി ഭാരിക്കുമോ വത്സല എന്നെ പ്രതിഭാണിക്കം വെടിയുമില്ല ഞാൻ എന്നെ പ്രതിഭാണിക്കം വെടിയുമില്ല ഞാൻ സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രന്മാരെ വാരിക്കുമോ വത്സല എന്നെ പ്രതിഭാണിക്കം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതിഭാണിക്കം വെടിയുമില്ല ഞാൻ എൻ പ്രിയരെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല വേലാലും എൻ പ്രിയരെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല വേലാലും ഞാൻ കാണുകയില്ല എൻ പ്രിയരെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല വേലാലും ഞാൻ കാണുകയില്ല പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിരംഭ പോലാത്മാവേ അമിത ബലം തരണേ ആദിരംഭ പോലാത്മാവേ അമിത ബലം ധരണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താനെ ശക്തിയെ ജയിച്ചിടുവാൻ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താനെ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോട്
അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. ഉണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. ജനം ഉണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലും അബുലാത്മാവേ അമിതബലം തരണേ. ആദിയിലും അബുലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താനെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താനെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടു വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. ജനം ഉണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. ജനം ഉണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലും അബുലാത്മാവേ അമിതബലം തരണേ. ആദിയിലും അബുലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.
വലിയ വിടുതൽ രാത്രികാലം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെട്ട് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെട്ട് ആദ്യ നൂറ്റാണ്ടിൽ ഹല്ലേലൂയ ആമേൻ പ്രത്യക്ഷമായ അഗ്നിനാവുകൾ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യം പ്രത്യക്ഷപ്പെടുക ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം ഏൽപ്പിച്ചു കൊടുക്കാം ഹല്ലേലൂയ 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 നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് സുത സഹോദരി ഋജുബേറും പ്രാർത്ഥിച്ചാട്ട്. Praise the Lord Jesus. ഹല്ലേലൂയ 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 സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ യേശുക്രിസ്തു കൂടി അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ലതും മനോഹരമായ രാത്രി വേളയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു. അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസം കർത്താവെ ഒരുമിച്ച് അങ്ങ് സഭയായി കർത്താവിൻ്റെ തിരുസന്നിധിയോടെ ആരാധനയെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയോടെ അടുത്ത് വരാൻ ഒരിക്കൽ സാഹസനായ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഞങ്ങൾ ഓരോരുത്തരായിരുന്ന ഇടങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം കരുണയും കർത്താവ് ഞങ്ങളെ കൂടെ ഇരുന്ന് അങ്ങ് വഴി നടത്തിയ കൃപയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. വരാവുന്ന എല്ലാ ആപത്തിൽ നിന്ന് അനർത്ഥത്തിൽ നിന്നൊക്കെയും കർത്താവ് അങ്ങ് വിടുവിച്ചു. അങ്ങ് കരുണയ്ക്കായി കർത്താവ് ഞങ്ങളുടെ വിശ്വസ്തതയ്ക്കായി എൻ്റെ കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അനേകാര്യങ്ങൾ കർത്താവെ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു പോയ സ്ഥാനത്ത് പലവിധമാകുന്ന പ്രയാസങ്ങൾ നടുവിൽ കൂടി ജനങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഒരു ആരാധന കൂടി സമർപ്പിക്കാൻ എൻ്റെ കർത്താവ് സഹായിച്ചതോർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, ഒരു സർവ്വ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവെ അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും എൻ്റെ കർത്താവെ നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. രക്തത്താൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടിയങ്ങൾ കടന്നു വന്ന സമയം മുതൽ സമയം വരെയും എൻ്റെ കർത്താവിന്റെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ എൻ്റെ കർത്താവിന്റെ തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. കർത്താവെ കുടുംബങ്ങളായി വ്യക്തികളായി എന്റെ കർത്താവിന്റെ തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ തന്റെ മക്കളുടെ സകല ആവശ്യങ്ങളുടെയും കൂടെ ഇരുന്ന് അങ്ങ് അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം നാഥ. നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും എന്റെ അടിയനെ താഴ്ത്തുന്ന കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കല് കർത്താവെ. കണക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. തന്റെ മക്കൾ പല ആവശ്യങ്ങളുടെ മേൽ ഭാരപ്പെടുന്ന കർത്താവെ. സംബന്ധമായി കർത്താവെ പല വിഷമത്തോടൊക്കെ ആയിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം നാഥ. നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. കണ്ണിനെ കണ്ണിനും കാലിനെ വീഴ്ചയും പ്രാണനെ മരണത്തിനൊക്കെയും കർത്താവെ ഞങ്ങളെ അങ്ങ് വിടുവിച്ച് കർത്താവ് ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായി അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്നപ്പ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം നാഥ. കർത്താവിദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നല്ല സങ്കീർത്തനങ്ങൾ കർത്താവേ.
ഹല്ലേലൂയ സ്തോത്രനാഥ അവിടെ നൽകി തരാൻ സ്വർഗം സന്തോഷിക്കുന്ന ആരാധന സമർപ്പിപ്പാൻ കർത്താവ് അവിടെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. സകലരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. നല്ല കർത്താവേ, ഹല്ലേലൂയ പൂർണ്ണ സ്തോത്രം. സൗഖ്യത്തോടെ കടന്നു പോവാൻ ഇരട്ടി കടന്നു വന്ന പോലല്ല കർത്താവെ മടങ്ങിപ്പോൻ ദൈവമേ സഹായിക്കണമേ അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലരെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്വനായ പിതാവേ, നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. രാത്രികാലം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി വലിയ കൃപയോർത്ത് നന്ദിയോടെ അവസരങ്ങളിലെ പാത കർത്താവെ, ഭൂമിയിൽ നിന്ന് കർത്താവെ മാറ്റപ്പെട്ട് മൺമറിഞ്ഞു മാറുമ്പോൾ കർത്താവെ എണ്ണത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ എന്റെ അപ്പച്ചൻ കർത്താവെ സ്തോത്രം കാലം മുഴുവൻ ദൈവം സൂക്ഷിച്ച കൃപയോർത്താൽ നന്ദി അറിയിറ്റുന്ന എന്റെ അപ്പ. ഞാൻ എന്റെ കണ്ണപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം ഇടുന്നു. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും കർത്താവെ അപ്പച്ചന്റെ കൃപ കർത്താവെ ഞങ്ങളോട് കൂടെ ഓരോരുത്തരോട് ഇരുന്നതിനാൽ നന്ദി കരേറ്റുന്ന എന്റെ അപ്പ. നന്ദി 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 എന്റെ അപ്പച്ച. നന്ദി കർത്താവേ. സ്തോത്രം കർത്താവെ ഞങ്ങളുടെ സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയെ ദൈവം അനുഗ്രഹിക്കുമാറാണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദേശത്ത് ദൈവം ഞങ്ങളുടെ സഭയെ മാനിക്കുമാറാണമേ. ആത്മാക്കളെ ദൈവം കൂട്ടിവരുത്തുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭ മുഖാന്തരം കർത്താവെ അനേകം പാപികൾ കർത്താവെ രക്ഷകനെ കണ്ടുമുട്ടുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം കടന്നു വന്നിരിക്കുന്നവരെല്ലാം കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവേ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവേ സ്തോത്രം ആശ്വാസത്തിനെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം ദൈവം ഞങ്ങളെ പാടുവാൻ ദൈവം ബലപ്പെടുത്തിയല്ലോ കർത്താവേ. പ്രാർത്ഥിപ്പാൻ ദൈവം ബലപ്പെടുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവേ നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പാൻ ദൈവം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ഇന്ന് രാത്രികാലം ദൈവം ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിലൂടെ വേണ്ടുന്ന വചനം ഘോഷിപ്പാൻ കർത്താവേ തന്റെ ഭൃത്യനെ ദൈവം ബലപ്പെടുത്തണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഏതാത്മാവിനാൽ വചനം എഴുതിയിരിക്കുന്നു അതേ ആത്മാവിനാൽ തന്നെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി കർത്താവേ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഓരോരുത്തരോടും അത് ഇടപെടുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ വന്നതുപോലല്ല കർത്താവേ, ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചു കർത്താവേ. സന്തോഷത്തോടെ കർത്താവേ മടങ്ങി പോവാൻ ദൈവം ഇടയാക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട വിഷയങ്ങളെല്ലാം എൻ്റെ അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു കർത്താവ്. അല്പസമയം കൂടെ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വളരെയധികം അനുഗ്രഹമാക്കി തീർക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. സോലമാനവും മോത്തോ എൻ്റെ അപ്പച്ചന് സമർപ്പിക്കുന്നു. സോലം ഞങ്ങൾക്ക് ആജീവം വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏതോന്ന് കേട്ട് ഉത്തരമറണമേ. ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. രാത്രികാലം തുടർന്നുള്ള സമയം സംഘത്തിന് സൃഷ്ടിക്കായിട്ട് പ്രിയ ലിജൻ ബ്രദറിനെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. ഹല്ലേലൂയ ജീസസ്. നമുക്കെല്ലാവർക്കും 46-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. സാംസ് 46. എല്ലാവരും അടുത്തൊന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശ്വവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ കൃത്യിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്നെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലു കൊലച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതിയുടെ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്,
യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കർത്താവിൻ്റെ സന്നിധി നമ്മൾക്ക് സഭയിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ വന്ദനം ചെയ്യുന്നു. കടന്നു വരുവാൻ കഴിയാതെ ഭവനത്തിൽ ഇരിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് ഈ ധരണയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കും ഹല്ലേലൂയ ഈ ആരാധനയുടെ അനുഗ്രഹം അവരിലേക്കും പകരുവാൻ തക്കവണ്ണം അവരൊക്കെ ജോലി മേഖലകളിലായിരിക്കുന്നവരുണ്ട്, ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലൊക്കെ ആയിരിക്കുന്നവർക്കുണ്ട്. അവരിലൊക്കെ ഈ ആരാധന, നമ്മുടെ ഈ ആരാധന അവർക്കും ഒരു വിടുതലായി മാറത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കേണ്ടതിന് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ആമേൻ ഹല്ലേലൂയ ഈ ആരാധനയുടെ ഈ ആരംഭം മുതൽ ആമേൻ ഹല്ലേലൂയ ഈ സമയം വരെയും ആമേൻ ദൈവത്തെ പാടി സ്തുതിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല പാട്ടുകളെ പാടുവാൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഈ രാത്രികാലം നമ്മളെ ഇടയാക്കി. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇന്ന് പ്രാർത്ഥിച്ച രണ്ടുപേരും പ്രാർത്ഥിച്ച് കർത്താവെ കടന്നു വന്നതുപോലെ അല്ല, ഇരട്ടി ഒരു ബ്ലെസ്സിങ്ങോടുകൂടെ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കണമേ. ഏത് തരത്തിലുള്ള ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് ആവശ്യം? ഹല്ലേലൂയ. നമ്മുടെ ആത്മീക വിഷയമായി കഴിഞ്ഞ ബുധനാഴ്ച കേട്ടതുപോലെ ആത്മീക വിഷയമായി സമ്പന്നരാകുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആത്മാവിൽ ഒരു സമ്പന്നത പ്രാപിപ്പാൻ? ഹല്ലേലൂയ. ആത്മീക സമ്പന്നത നമ്മുടെ ജീവിതത്തിൽ കൈവരുന്നതിനോടൊപ്പം നമുക്ക് ഭൗതിക തലത്തിലും നമ്മുടെ മാറ്റം വരും. ആമേൻ. നമ്മുടെ എല്ലാ മേഖലകളിലും അതിൻ്റെ ബ്ലെസ്സിങ് വ്യാപരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആമേൻ. അതുകൊണ്ട് ആത്മീക വിഷയമായി എനിക്ക് സമ്പന്നനാകണമെന്ന് ഈ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും ഹൃദയം കൊണ്ട് ആമേൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ കർത്താവ് എന്ത് ചെയ്യുന്നത്? തൃപ്തിപ്പെടുത്തുന്നത്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഇരട്ടി അനുഗ്രഹത്തോടെ എന്നെ ഇന്ന് ഈ ഹോളി ഇന്ന് ആമേൻ മടക്കി അയക്കാവൂ. ഹല്ലേലൂയ. ആമേൻ. അതുപോലെയുള്ള ദൈവവചനം ആമേൻ ഈ രാത്രി നമ്മുടെ ഹൃദയത്തിൽ കയറുവാൻ, ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുവാൻ ആമേൻ ഈ ആഴ്ച ആമേൻ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല വിഷയങ്ങളും ഈ വചനം പറഞ്ഞ് അതിൻ്റെ മേൽ ജയം എടുക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളത്തിൽ ആ വചനം സ്റ്റോർ ചെയ്യത്തക്ക അളവിൽ ആമേൻ കർത്താവേ എൻ്റെ ഗ്രഹണം ആമേൻ ഹല്ലേലൂയ ഒന്ന് വർദ്ധിപ്പിക്കണം, എൻ്റെ ഗ്രാഹ്യം ഒന്ന് വർദ്ധിപ്പിക്കണം, എൻ്റെ ചെവി ഒന്ന് തുറക്കണമേ എന്ന് ആത്മാർത്ഥമായി ഈ രാത്രി ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സങ്കീർത്തനം 46-ാം സങ്കീർത്തനമാണ്. ഇതിൻ്റെ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത് സംഗീത പ്രമാണിക്ക് കന്യകമാർ എന്ന രാഗത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമെന്നാണ്. കോരഹപുത്രന്മാർ അനേക സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. ഏകദേശം 10-15 സങ്കീർത്തനങ്ങളോളം കോരഹപുത്രന്മാർ എഴുതിയിട്ടുണ്ട്. അതിലെ ഒരു സങ്കീർത്തനമാണ് ഈ രാത്രികാലം നമ്മൾക്ക് വായിപ്പാൻ കർത്താവ് ഇടയാക്കിയത്. ഹല്ലേലൂയ. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയായി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് രുചിച്ചറിഞ്ഞ എത്ര പേരുണ്ട്? ഈ ഹല്ലേലൂയ പോരാ. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടതയിൽ ആമേൻ നമ്മളോട് കൂടുതൽ അടുത്തിരിക്കുന്നത് ഈ ദൈവമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹസ്ബൻഡ് കാണത്തില്ല, ആമേൻ, നമ്മുടെ വൈഫ് കാണത്തില്ല, പിള്ളേർ കാണത്തില്ല, അപ്പനമ്മമാർ കാണത്തില്ല. ചില സിറ്റുവേഷൻ ഇല്ലയോ, നമ്മൾ ഏറ്റവും അടുത്ത് ഏതിനും കൂടുതൽ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാർ പോലും ചില സാഹചര്യങ്ങളുടെ നടുവിൽ അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ കുഴപ്പമല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതേപോലുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഏറ്റവും അടുത്ത തുണയായിട്ട് നിൽക്കുന്നത് നമ്മുടെ കർത്താവേ ഉള്ളൂ. ഹല്ലേലൂയ. അത് രുചിച്ചറിഞ്ഞവർ എത്ര പേരുണ്ട്? ആമേൻ. ഈ രാത്രി നിങ്ങൾ ഇടവിടാതെ ദൈവത്തിന് സ്തുതി കരേറ്റിക്കൊണ്ടിരിക്കണം. ആമേൻ. എൻ്റെ കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് എൻ്റെ കർത്താവ് കൂടെ ഇറങ്ങി വസിക്കുന്ന ദൈവമാണ്. ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ന്റെ 11 എടുത്തേ. യെശയ്യാവ് 41-ന്റെ 10.
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളോടും കർത്താവിൻ്റെ ഉറപ്പാണ്, കർത്താവ് തരുന്ന ഉറപ്പാണിത്. ആമേൻ. ഈ ഉറപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ആമേൻ. കർത്താവിൻ്റെ നീതിയുള്ള വലങ്കരം നിങ്ങളെ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി വന്നാലും മുങ്ങാതെ താഴാതെ ആമേൻ നിലനിർത്തുന്നത് ആമേൻ ഈ ദൈവമാണ്. ഹല്ലേലൂയ. കഷ്ടതയിൽ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന, തുണയായിരിക്കുന്ന, ആമേൻ കൂട്ടായിരിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ ആമേൻ ഈ രാത്രികാലം ഭക്തന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിലെ ആശ്രയിക്കുന്ന ഭക്തനെ അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ആമേൻ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. എത്ര പേരത് പറയും? ഹല്ലേലൂയ. എന്ത് പ്രതിസന്ധി വരട്ടെ, എന്ത് കഷ്ടത വരട്ടെ, ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ കരത്തിന് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഭ്രമിച്ചു പോകേണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. ഭയപ്പെടേണ്ട കാര്യമില്ല, കർത്താവ് എനിക്ക് എന്താണ് തുണയായി നിൽക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ 43:2 വായിച്ചേ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല. അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പല പ്രാവശ്യം നമുക്ക് കേട്ട പ്രോമിസ് ആയത്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. മീതെ കവിഞ്ഞു കഴിഞ്ഞാൽ എന്തു പറ്റും? നമ്മളത് മുങ്ങിപ്പോകും, നമ്മൾ മരിച്ചു പോകും, അല്ലേ? ആമേൻ. ഹല്ലേലൂയ. തീയിൽ കൂടി കടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്ത് വലിയ ശോധനകളാണ് നോക്കി. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഈ തരത്തിലുള്ള ഏത് ശോധന വന്നാലും നീ അതിൽ തകർന്നു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ഉറപ്പ് ഹൃദയത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ഇന്ന് ഈ ആലയം വിട്ട് നിങ്ങൾ കടന്നു പോകാവൂ. പല തരത്തിലുള്ള വിഷമങ്ങളായിരിക്കാം നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ആരോടും പറയാൻ പറ്റാത്തതായിരിക്കാം, മാനസിക സംഘർഷങ്ങളായിരിക്കാം. എന്നാൽ ഈ രാത്രി കർത്താവ് തരുന്ന വലിയൊരു ഉറപ്പായത്. പല പ്രാവശ്യം നമ്മൾ ഈ വചനം കേട്ടിട്ടുണ്ട്. ആമേൻ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നമ്മുടെ മീതെ കവിയുകയില്ല. ഈ വെള്ളം നമ്മുടെ മീതെ കവിയാതെ, നമ്മളെ മുക്കിക്കളയാതെ, നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു കരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ തീയിൽ കൂടി കടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ആ ശദ്രക്ക്, മേശക്ക്, അബേദോഹമിനെ തീയിലെറിഞ്ഞപ്പോൾ ആമേൻ 4-മനായി അവരോട് കൂടെ നടന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ തീച്ചൂളയുടെ മധ്യത്തിലും എത്ര വലിയ ശോധനയുടെ മധ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നെങ്കിലും നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, ആ തീയുടെ ബലത്തെ കെടുത്തുന്ന ഒരു ദൈവം, ആ ശോധനയുടെ കാഠിന്യത്തെ കുറയ്ക്കുന്ന ഒരു ദൈവം. എന്തിനാണെന്നറിയാമോ ഒരു ദൈവം ഇതിൻ്റെ ജീവിതത്തിൽ ആമേൻ ഇങ്ങനെയുള്ള ആർക്കുമില്ലാത്ത ശോധനകളുടെ നടുവിലൂടെ ഒരു ദൈവത്തിനെ കടത്തിക്കൊണ്ട് പോകുന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ. ഹല്ലേലൂയ. ആ ഒരു സ്വർഗീയ ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കാൻ. ഹല്ലേലൂയ. ആമേൻ. ആ സ്വർഗീയ ക്യാരക്ടർ ആമേൻ കർത്താവ് നമ്മളെ ബിൽഡ് ചെയ്തെടുക്കുക. നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നമ്മളെ താൻ ഇഷ്ടമുള്ള ദൈവ പൈതലായി മാറേണ്ടതിന് ആഗ്രഹിക്കുന്ന ഒരു ദൈവിക പാതയിൽ നമ്മളെ ആക്കി മാറ്റേണ്ടതിന് ചില ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്വർഗം അയക്കുന്നത്. നമ്മുടെ കർത്താവ് അറിയാതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്താണേലും, എന്ത് ബുദ്ധിമുട്ടാണേലും ഈ ലോകത്തിൽ ആമേൻ ഒരു അമ്മയുടെ ആമേൻ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പ് നമ്മളെ കണ്ട ഒരു ദൈവമുണ്ട്. ആമേൻ. ഏത് കുടുംബത്തിൽ, ഏത് മാതാപിതാക്കളിൽ നമ്മൾ ജനിക്കണമെന്ന് തീരുമാനിച്ച ഒരു ദൈവമുണ്ട്. ആമേൻ. സ്വർഗീയ സ്ഥലത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മളെ ഇരുത്തിയ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ ഈ വീക്ഷണത്തിൽ നിന്ന് കാണുവാൻ കഴിയുമോ? ആമേൻ. ഹല്ലേലൂയ. ഈ ആലയത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ആമേൻ ഇവിടെയുള്ള ഒന്നും കാണാനല്ല, ആ ദൈവത്തെ ഒന്ന് കാണാൻ, ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ. പ്രാർത്ഥനയിലൂടെ ആകട്ടെ, പാട്ടിലൂടെ ആകട്ടെ, സങ്കീർത്തനത്തിലൂടെ ആകട്ടെ, ആമേൻ ഒരു ദൈവ ശബ്ദം എനിക്ക് കേൾക്കണം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ളതായിരിക്കുക. ആമേൻ. കർത്താവേ, ഞാൻ ഇന്ന് കടന്നു വന്നത് വെറുതെയായി മാറരുത്, എനിക്കിന്നൊരു ദൈവശബ്ദം കേൾക്കണം. അങ്ങനെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ഒന്നുണ്ടോ? ആമേൻ. ഇവിടെ വേറെ ഒന്നും കിട്ടത്തില്ല, നിങ്ങൾക്കിവിടെ റിയാൽ കിട്ടത്തില്ല, നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന ഭൗതിക നന്മകളൊന്നുമല്ല ഇവിടെ. ആമേൻ. നിങ്ങൾക്ക് കിട്ടുന്നത് ആമേൻ ഹല്ലേലൂയ ഈ ഒരു ഭൗതികമായതിനെക്കാട്ടിലും മേൽത്തരമായ സ്വർഗീയമായ കാഴ്ചപ്പാടുള്ളവരായിട്ടൊന്ന് മാറാൻ, ആത്മീക വിഷയമായി സമ്പന്നനായി മാറാൻ. ആമേൻ. ഏത് കഷ്ടതയുടെ നടുവിലും ഏത് തീച്ചൂളയുടെ നടുവിലും എന്നെ കൊണ്ടിട്ടാലും ആമേൻ എന്നെ കൈവിടാത്ത ഒരു സ്വർഗമുണ്ട്. എന്നെ പണിതെടുത്ത് പൊന്നാക്കി മാറ്റുന്ന ആമേൻ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധിക്ക് നമ്മളെ മുക്കിക്കളയാൻ കഴിയത്തില്ല, ഒരു പ്രതികൂലത്തിനും നമ്മളെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. നമ്മുടെ ബലങ്കരം പിടിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഒരു ദൈവം നമുക്കുണ്ട്. ആമേൻ. യഹോവയായ ദൈവം നമുക്കുണ്ട്. ആമേൻ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി. അതുകൊണ്ട് അതിൻ്റെ താഴോട്ട് വായിച്ചേ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സങ്കീർത്തനക്കാരൻ മാത്രമല്ല, നമ്മളും എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടത്തില്ല. ഭയപ്പെടത്തില്ലെന്ന് പറയാമോ? ധൈര്യത്തോടെ പറയാമോ? പിശാചിൻ്റെ ഒരു ഭയത്തിലും ഞാൻ ഇനി അടിമയാകത്തില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ആമേൻ. പാസ്റ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ല. ആരുണ്ട്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഒരുറച്ച വിശ്വാസം വേണം. ഹല്ലേലൂയ. ആരൊക്കെ മാറിപ്പോയാലും മാറാത്ത ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഈ ഒരു ഉറപ്പോടെ ഈ ഹോള് വിട്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 4 വായിച്ചേ. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തിൽ തന്നെ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ വാക്യം കേൾക്കുമ്പോൾ? എത്ര പ്രാവശ്യം ഈ സങ്കീർത്തനം വായിച്ചു കേട്ടാലും ഒരിക്കലും ഹല്ലേലൂയ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഈ വാക്യത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ. ഒരു നദി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു പ്രത്യാശ നൽകുന്ന ഒരു വേടാ. ഒരു നദി ഉണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഈ വിഷയങ്ങളുടെ മധ്യത്തിലും എൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിലും എൻ്റെ ആത്മാവിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു നദിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കരം കൊടുത്തൊന്ന് പറഞ്ഞേ, ഒരു നദിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഭാരപ്പെടേണ്ട, ചിരിച്ചുകൊണ്ടിരിക്കുക, ഒരു നദിയുണ്ട്. ആമേൻ. ഈ നദിക്ക് ചിലത് ചെയ്തെടുക്കാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ 7:37-38 വായിച്ച് 38-39 വായിച്ചേ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ നദി നമുക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ പറ്റിയാണെന്ന് അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ നിന്ന് യേശു വിളിച്ചു പറഞ്ഞതാ, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവെന്ന നദി. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ ഈ നദി യെരുശലേമിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ആമേൻ. അവിടെ നദി അവിടെ ഇല്ല, എന്നാൽ അതിൻ്റെ ഉള്ളറകളിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള വെള്ളം ലഭിക്കത്തക്കവണ്ണം ഒരു ഉറവ സ്വർഗം അവിടെ ക്രമീകരിച്ചിരുന്നു. ഏത് പ്രയാസഘട്ടങ്ങളിലും യുദ്ധങ്ങളിലും ആമേൻ അവർക്ക് വെള്ളം ലഭിക്കത്തക്കവണ്ണം ഉള്ള നദിയാണ്. ചരിത്രപരമായി ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ സഭയെ സംബന്ധിച്ച്, വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് എത്ര വലിയ പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ആമേൻ നമ്മുടെ ഉള്ളിൽ പറയണം, ഒരു നദിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിലൂടെ കൂടുതലുമായിട്ട് നമ്മൾ ഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, ദൈവനഗരമെന്ന് പറയുമ്പോൾ യെരുശലേമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ദൈവിക നഗരമായി ആമേൻ ദൈവം ഹല്ലേലൂയ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസം എന്ന് പറയുന്നത് ആരാ? നമ്മളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചലിക്കുന്ന ആലയങ്ങളായ നമ്മളാ. 1 കൊരിന്ത്യർ 3:16 വായിച്ചേ. 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിന്റെ
നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നിങ്ങൾ അറിയുന്നില്ലയോ? പരിശുദ്ധാത്മാവ് എന്ന നദി വസിക്കുന്നതും ഒഴുകുന്നതും വിശ്വസിക്കുന്നവരായ നമ്മിൽ നിന്നാണ്. പ്രൈസ്. ഈ നദിക്ക് ചിലതൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ഈ നദി നമ്മിൽ നിന്നും ഒഴുകി തുടങ്ങിയാൽ ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഹല്ലേലൂയ നമ്മിൽ നിന്നും സൃഷ്ടിക്കാൻ കഴിയും. ഈ നഗരത്തിന് മാത്രമാണ് ആമേൻ ഹല്ലേലൂയ അതിൻ്റെ പ്രത്യേകത അനുഭവിക്കാൻ പറ്റും. നമ്മുടെ കൂടെ ഉള്ളവർക്കും കൂടെ ആമേൻ ഇതിൻ്റെ അനുഭവം ആമേൻ ഹല്ലേലൂയ നടക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതാ പറഞ്ഞത്, അതിൻ്റെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന നദി. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസമായി നിങ്ങളെ കർത്താവ് മാറ്റിയിരിക്കുക എന്ന് ഇപ്പോൾ വായിച്ചു കേട്ടു. ആമേൻ. അവൻ്റെ ആത്മാവ് വസിക്കുന്ന വിശുദ്ധ മന്ദിരങ്ങളായ നമുക്ക് ആമേൻ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നദിയാണ് ഇതിൻ്റെ തോടുകളും ഈ നദിയും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടോ? ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, ഇതിൻ്റെ തോടുകൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൃപാവരങ്ങൾ. ആമേൻ. ഈ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന കൃപാവരങ്ങൾ, അതിൻ്റെ നന്മകൾ ആമേൻ, അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. ആമേൻ ഹല്ലേലൂയ. ആത്മനിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് കഴിയുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ക്ഷീണങ്ങളൊക്കെ എവിടെ പോയെന്നറിയത്തില്ല. ആമേൻ. സകല നമ്മളെ വരിഞ്ഞ് മുറുക്കുന്ന, നമ്മളെ ബന്ധനത്തിലാക്കുന്ന ഒന്ന് ആമേൻ നമ്മൾക്കൊന്ന് ശക്തമായി ആരാധിക്കാൻ കഴിയാതെ ആമേൻ ചില സമയം നമ്മളെ ഒതുക്കി വെക്കാൻ പിശാച് ആമേൻ പലതരം മനസ്സിൽ മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇട്ടിട്ട് നമ്മളെ അങ്ങ് ബന്ധനത്തിലാക്കി ആമേൻ ഹല്ലേലൂയ ആമത്തിൽ നമ്മുടെ കയ്യും കാലും ആമേൻ ഹല്ലേലൂയ പൂട്ടിയിട്ടതുപോലെയുള്ള അനുഭവം ആമേൻ ചില വിശ്വാസികളെ നമുക്ക് ചില സമയത്ത് ആമേൻ അനുഭവിക്കാൻ കഴിയും. എന്നാൽ നിങ്ങളുടെ ഉള്ളിലൊരു ചിന്ത വേണം, ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്. ഈ ബന്ധനത്തെ പൊട്ടിച്ച് കളയുന്ന എൻ്റെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയാതെ ആമേൻ എന്നെ തടഞ്ഞു വെക്കുന്ന, എന്നെ വരിഞ്ഞു മുറുക്കുന്ന ആമേൻ ഒരു ബന്ധിക്കുന്ന ബന്ധനത്തെ തകർക്കുന്ന ഒരു നദിയുണ്ട്. ഓ, ഈ നദി എന്നിൽ നിന്നും ഒന്ന് ഒഴുകിക്കളയുമ്പോൾ, വിശ്വസിക്കുന്ന നിങ്ങളിൽ നിന്നും ഒന്ന് ഒഴുകി തുടങ്ങുമ്പോൾ ഹല്ലേലൂയ നിന്നെ പിടിച്ചു വെക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ നദി വൻ കാര്യങ്ങളെ ആമേൻ നമുക്ക് വേണ്ടി ചെയ്തെടുക്കും. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 47-ാം അധ്യായം ഒന്ന് എടുത്തേ. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിൽ മടക്കൊണ്ട് വന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മറപ്പയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടുള്ളോ. ആ വെള്ളം ആലയത്തിന്റെ അതിന്റെ 8-9 ഒന്ന് വായിച്ചേ. ഈ വെള്ളം കിഴക്കേ ഗലീലിലേക്ക് പുറപ്പെട്ട് അരാബിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകി ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിന്റെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. സകലതും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊന്ന് പറഞ്ഞേ, സകലതും ജീവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ചിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, അതൊക്കെ ജീവിക്കാൻ പോവുക. കാരണം ഈ നദി ജീവനുള്ള നദിയാണ്. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും എന്തു ചെയ്യും? ജീവിക്കും. ഇവിടെ അരാബയിൽ ഒഴുകി കടലിൽ വീഴുന്നു. അവിടെ ചാവ് കടലെന്നാണ് അതിൻ്റെ വേറൊരു തർജ്ജിമയിൽ പറയുന്നത്. ചാവ് കടലിൽ ഒരു ജീവിയും എന്ത് ചെയ്യത്തില്ല? ജീവിക്കത്തില്ല. ജീവൻ്റെ ഒരു അംശവും അവിടെ ഇല്ല. ഒരു മത്സ്യത്തിനും ജീവിക്കാൻ കഴിയാത്ത നദിയായ ചാവ് കടലിലേക്ക് ഈ ആലയത്തിൽ നിന്ന് ഒഴുകിച്ചെല്ലുന്ന നദി ചെന്ന് ചേർന്ന് കഴിയുമ്പോൾ അതിലെ വെള്ളം എന്തായി മാറും? പഥ്യമായിട്ട് മാറും. എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും എന്തു ചെയ്യും? ജീവിക്കും. ഹല്ലേലൂയ. ആമേൻ. ജീവിക്കാതെ കിടക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? ഇന്ന് ഈ നദിയെ നോക്കി, ഒരു നദി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഈ നദി നോക്കി അത് വിശ്വാസിച്ച് ഉള്ളിൽ നിന്നൊന്ന് പറഞ്ഞു നോക്കി, എൻ്റെ മുന്നിലുള്ള സകല സാഹചര്യങ്ങളും ജീവിക്കാൻ പോവുക. വിശ്വാസത്തോടെ പറഞ്ഞു,
വിശ്വാസത്തോട് പറഞ്ഞു. ആമേൻ. സകലതും ഒന്നും മാറ്റി വെച്ചിട്ടില്ല. സകലതും ചലിക്കുന്ന സകല പ്രാണികളും ആമേൻ ജീവിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ ആലയത്തിൽ മത്സ്യങ്ങൾ കൊണ്ട് നിറയണമോ? ജീവിക്കുന്ന ആത്മാക്കളാവുന്ന മത്സ്യങ്ങൾ കൊണ്ട് നിറയണമോ? ആത്മീയ നദി വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും ഈ ആലയത്തിൻ്റെ ഉമ്മറപ്പടി എന്ന് പറഞ്ഞാൽ ആരാ? അത് നമ്മുടെ അധരം തന്നെയാണ്. നമ്മുടെ അധരം. നമ്മൾ ആലയമാണെങ്കിൽ ഇതെല്ലാം ആത്മാവിൽ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ ആലയത്തിൻ്റെ ഉമ്മറപ്പടിയുടെ അടിയിൽ നിന്ന് ഒഴുകുന്ന ഈ വെള്ളം പരിശുദ്ധാത്മാവാകുന്ന നദിയാണ്. ആലയം നമ്മളാണെങ്കിൽ ഈ നദി നമ്മിൽ നിന്നും ഒഴുകിയാൽ ആമേൻ സകല ആമേൻ ചാവുകടലിൻ്റെ അവസ്ഥകളും മാറി അവിടെ ജീവൻ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ജീവൻ വ്യാപരിക്കും. ചലിക്കുന്ന സകലതും ജീവിക്കും. അതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഇത് ചെന്ന് ചേരുന്നിടമൊക്കെയും പഥ്യമായി സകലതും ജീവിക്കും. പഥ്യമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സകലതും ജീവിക്കും. അപ്പോൾ അവസ്ഥകളെ ചേഞ്ച് ചെയ്യാൻ, സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ ആർക്ക് കഴിയും? ഈ പരിശുദ്ധാത്മാവാകുന്ന നദിക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ 12 വായിച്ചേ. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്നുവാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. അവിടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോവുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് മാസം തോറും പുതിയ ഫലം കായ്ക്കും. മാസം തോറും പുതിയ ഫലങ്ങൾ കായ്പിപ്പാൻ നമുക്ക് കഴിയും. നമ്മളൊരു വിശുദ്ധ മന്ദിരമായി, നമ്മൾ ദൈവം പറയുന്നത് പോലെ ഒരു വിശുദ്ധ മന്ദിരമായി നമ്മൾ മാറിയാൽ അതത് സമയത്ത് വേണ്ടത് നമുക്ക് സൃഷ്ടിക്കുവാൻ ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവുന്ന നദി നമ്മിലൂടെ ഒഴുകുന്നത് കൊണ്ട് പുതിയ നിയമസഭയായി നമുക്ക് കഴിയും. ഈ വെളിപ്പാട് പ്രാപിച്ചവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇത് ആമേൻ ആത്മീക നദി അത് വിശ്വസിക്കുന്ന നമ്മിൽ നിന്നാണ് ഒഴുകുന്നെന്നും നമ്മളൊരു വിശുദ്ധ മന്ദിരമാണെന്നും നമ്മളൊരു ആലയമാണെന്നും ദൈവം നമ്മിൽ വസിക്കുന്നുവെന്നും ഒക്കെ ചിന്തയുള്ളവർക്കും അത് ഗ്രഹിക്കാൻ കഴിയുന്നവർക്കുമേ ആമേൻ പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ. അവർക്കേ അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവർ ഇക്കരെ അക്കരെയും തിന്നുവാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടത്തില്ല, ഫലമില്ലാതെ പോവുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്നുവാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. അതുകൊണ്ട് ഒരു നദി ഉണ്ട്. അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ ആ നദി എത്ര അത്യാവശ്യമാണ്. ഈ നദി ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഈ നദിക്ക് ചിലത് ചേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന്, ഈ നദിക്ക് നമ്മുടെ പല സിറ്റുവേഷനും മാറ്റാൻ കഴിയുമെന്ന് ഉറപ്പോടെ ഒന്ന് വിശ്വസിച്ചിട്ട് വേണം ആമേൻ ഈ രാത്രി നിങ്ങൾ കടന്നു പോകുവാൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അതിൻ്റെ മധ്യയുണ്ട്. അത് കുലുങ്ങുകയില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. അതികാലത്തെ ദൈവം സഹായിക്കും. അതികാലമെന്ന് പറയുമ്പോൾ അതൊരു ദൈവത്തിൻ്റെ ടൈമിങ് കേട്ടോ. നമ്മളൊരു കഷ്ടതയിലൂടെയും ഒരു പ്രയാസത്തിലൂടെയും കടന്നു പോകുമ്പോൾ കർത്താവേ ഇതൊന്ന് എന്നെ വിട്ടുമാറിയാൽ മതി, ഇതൊന്ന് തീർന്നാൽ മതി എന്ന് നമ്മൾ പറയും. അത് ആരുടെ ടൈമാണ്? നമ്മുടെ ടൈമാണ്. അതല്ല. ആമേൻ. ഹല്ലേലൂയ. അതികാലമെന്ന് പറയുന്നത് ആരുടെ ടൈമാണെന്ന്? ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈമാണ്. ആ ടൈമിലെ ദൈവം നമ്മളെ ഈ കഷ്ടത, നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നിന്ന് ദൈവം മാറ്റത്തുള്ളൂ. അതുവരെ നിങ്ങളെ ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുവരെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും അതിനൊരു പെർഫെക്റ്റ് ടൈമുണ്ട്. ദൈവത്തിനറിയാം. കാരണം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഒരിക്കലും മുക്കിക്കളയത്തില്ല, നിങ്ങളെ ഒരിക്കലും വെന്തു പോകാൻ അനുവദിക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. എന്നാൽ ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു ക്യാരക്ടർ ഉള്ള ഒരു ദൈവ പൈതലായിട്ട് നിങ്ങളെപ്പം മാറുന്നു. ചിലപ്പോൾ സാമ്പത്തികമായ മേഖലകളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതെ വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്ക് എങ്ങനെ അത് യൂസ് ചെയ്യണം, ഫലപ്രദമായി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ദൈവം നിങ്ങളെ ആ ശോധനകളിലൂടെ കടത്തി വിട്ടിട്ട് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങളെ ദൈവം പുറത്തെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷനിലൂടെ
ഒക്കെ കടന്നു വന്ന് നിങ്ങളെ ഒന്ന് മോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ ഒരു സാമ്പത്തിക അച്ചടക്കം എങ്ങനെ കറക്റ്റ് യൂസ് ചെയ്യാം, എങ്ങനെ ചിലവാക്കാം, എങ്ങനെ ദൈവരാജ്യത്തിന് കൊടുക്കാം എന്നൊക്കെ ദൈവം പഠിപ്പിക്കുമായിരിക്കും. നമുക്കറിയത്തില്ല. നമ്മൾ ഇവിടെ ഒന്നും ഗ്രഹിക്കാതെ അയ്യോ പൊത്തോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക, നിലവിളിക്കുക, കർത്താവേ ഈ ശോധനയിൽ നിന്നും എന്നെ ഒന്ന് എടുക്കണമേ എന്ന. ഹബക്കൂക്ക് പ്രവചനം പറയുന്നത് എന്തുവാ? ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് സമയം എന്തുവാ? സമയം തെറ്റത്തില്ലെന്ന് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സമയം തെറ്റത്തില്ല കേട്ടോ. ഇതിനൊരു നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്ത് ചെയ്യത്തില്ല? സമയം തെറ്റത്തില്ല. പിന്നെന്താ പറഞ്ഞത്? അത് വൈകിയാലും വരിക തന്നെ ചെയ്യും നിശ്ചയം. ഹല്ലേലൂയ. ഇതൊരു പ്രത്യാശയുടെ വാക്കാണോ? ആമേൻ. നമ്മളോടുള്ള വാഗ്ദത്തങ്ങൾ വൈകിയാലും വരിക തന്നെ ചെയ്യും, അത് നിശ്ചയമായ കാര്യമാ. ആമേൻ. എന്നാൽ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്, അതിനൊരു ദൈവത്തിൻ്റെ ടൈമുണ്ട്. ആ ടൈം കീഴിൽ ആമേൻ. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 5:7-6 വായിച്ചേ. 1 പത്രോസ് 5:6. അതുകൊണ്ട് അവർ തക്ക സമയത്ത് നിങ്ങളെ ആ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴി താണിരിപ്പീൻ. ഇപ്പൊ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് അനുസരണമുള്ളവനായിട്ട് ആ ദൈവത്തിന്റെ സന്നിധി നമ്മളെ ഏൽപ്പിച്ചിട്ട് ഒന്ന് താണിരിക്കുക. കർത്താവ് നമ്മളെ തക്ക സമയത്ത് എന്ത് ചെയ്യും? ഉയർത്തും. തക്ക സമയത്ത് അവൻ നമ്മളെ ഈ സിറ്റുവേഷനിൽ നിന്ന് പൊക്കിയെടുക്കും. ഹല്ലേലൂയ. അവൻ നമ്മുടെ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരും. ആമേൻ. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ടൈമുണ്ട്. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് വൈകിയാലും വരിക തന്നെ ചെയ്യും നിശ്ചയം. സമയം തെറ്റത്തില്ല, സമയം തെറ്റത്തില്ല. ആമേൻ. ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിവരയിൽ ആമേൻ. ഏതൊക്കെ വിഷയങ്ങളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പീരീഡ് ഗ്യാപ്പിൽ, ചിലപ്പോൾ 1 വർഷമായിരിക്കാം, 2 വർഷമായിരിക്കാം, 3 വർഷമായിരിക്കാം, ചില മാസങ്ങളായിരിക്കാം, നിങ്ങൾ കടന്നു പോകുമ്പോൾ അത് നമുക്കൊരു വലിയ പീരീഡായിട്ട് തോന്നുമെങ്കിലും ദൈവം നിങ്ങളെ പണിതുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ അതിൽ നിന്ന് പൊക്കിയെടുക്കും. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ട്. ആമേൻ. നിങ്ങളിത് വിശ്വസിച്ചാൽ മതി. യഹോവ എൻ്റെ കൂടെ ഉണ്ട്, അവൻ എന്നെ പണിതുകൊണ്ടിരിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലായി മാറാൻ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദാസനായി മാറുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദാസിയായി മാറാൻ കർത്താവ് എന്നെ പണിതുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആമേൻ. ബൈബിളിൽ നമ്മൾ അനേക ആമേൻ ഹല്ലേലൂയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ തക്ക സമയം ലാസറിൻ്റെ യേശുവും ലാസറുമായുള്ള ബന്ധമനുസരിച്ച് ലാസർ ദീനമായി കിടന്നപ്പം ആമേൻ ഹല്ലേലൂയ യേശുവിനെ വിളിക്കാൻ ചെന്നപ്പം യേശു 2 ദിവസം കഴിഞ്ഞാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ ടൈം ആയിട്ടില്ല. അതുകൊണ്ടാണ് ആമേൻ. ആ സമയത്ത് വന്നാൽ ചിലപ്പോൾ ഒരു രോഗസൗഖ്യമായിരിക്കാം ആമേൻ ഹല്ലേലൂയ അവിടെ നടത്താൻ പോകുന്നത്. ദൈവം പക്ഷേ ലാസറിൻ്റെ ജീവിതത്തിൽ അത് ചെയ്യാനല്ല ആഗ്രഹിച്ചത്. ആമേൻ. വീണ്ടും 2 ദിവസം കഴിഞ്ഞാണ്, 4-ാം ദിവസമാണ് ആമേൻ യേശു ആ ഭവനത്തിൽ എത്തുന്നത്. ആമേൻ ഹല്ലേലൂയ. യേശു വന്നപ്പം മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി. പ്രൈസ് ദി ലോർഡ്. അത് മൊത്തം നാറി. ആമേൻ. ആ വിഷയം മൊത്തം നാറി. മാനുഷികമായ നമ്മുടെ പ്രതീക്ഷകൾ മൊത്തവും നാറുമ്പം, മൊത്തം നാറ്റം വെക്കുമ്പോൾ, നമ്മുടെ ജീവിതം മൊത്തം നാറി നാറ്റം വെച്ച് ഒരു പ്രതീക്ഷയും ആരാലും ഇല്ലാത്ത ടൈമിലാണ് കർത്താവ് തന്ന് ദൈവത്തിൻ്റെ മഹത്വം ആ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടുത്തുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ട് കഴിയുമ്പോൾ ആമേൻ ഹല്ലേലൂയ മരിച്ച ലാസർ എന്ത് ചെയ്യുക? ഉയർത്തെഴുന്നേൽക്കുക. മരിച്ച വിഷയം ആരുയർത്തെഴുന്നേൽപ്പിച്ചു? ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. മഹത്വം ആർക്ക് പോയി? കർത്താവിന് മഹത്വം പോയി. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ചില വിഷയങ്ങളുണ്ടല്ലോ, മരിച്ചു കിടക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ കറക്റ്റ് ടൈമിൽ ആമേൻ വന്ന് അവിടെ ഒരു വലിയ ദൈവമഹത്വം. ഓ ജീസസ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ഗ്രഹിക്കാൻ കഴിയുന്നു? ആമേൻ ഹല്ലേലൂയ. ആത്മാവിലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പ്രൈസ് ദി ലോർഡ്. മരിച്ച വിഷയങ്ങളുടെ മധ്യത്തിൽ കർത്താവ് കറക്റ്റ് ടൈമിൽ വന്നിട്ട് ആ ദൈവീക മഹത്വം ചിലരുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. ചിലരുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ അത് ഈ രാത്രികാലം കാണുന്നു. ആമേൻ ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടത്തക്ക രീതിയിൽ
ആമേൻ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാ. ചില വിഷയങ്ങളുടെ മേലെ ആമേൻ മഹത്വം ഇറങ്ങാൻ പോകുകയാ. ഓ മഹത്വം ഇറങ്ങാൻ പോകുകയാ. ഓ ചിലരുടെ കുടുംബത്തിൽ മഹത്വം ഇറങ്ങിയെന്ന് ആമേൻ ന്യൂസ് കേൾക്കാൻ പോകുകയാ. ഓ മഹത്വം ഇറങ്ങുന്ന നാളുകളായി മാറാൻ പോകുകയാ. മാറ്റത്തിന്റെ അവസ്ഥകൾ മാറുകയാ. മഹത്വം ഇറങ്ങുന്ന നാളുകൾ ഓ നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ചില് അത് വ്യാപരിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് അവനെ ഒഴുകുന്ന നദി ഇതിനെ ചിലത് സൃഷ്ടിക്കാൻ പോകുകയാ. ചില ജീവനെ സൃഷ്ടിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ നമ്മളതാ ദൂതെ ഏറ്റെടുത്തോണം. അബ്രഹാമിൻ്റെ ജീവിതത്തിലും ദൈവം ദൂത് പറഞ്ഞിട്ട് 25 വർഷം ആമേൻ കാത്തിരുന്നതിന് ശേഷമാണ് ആ വാഗ്ദത്ത സന്തതിയെ പ്രാപിക്കാൻ ഇടയായത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലല്ല, നമ്മുടെ ടൈമിലല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. ദൈവത്തിൻ്റെ കറക്റ്റ് ടൈം. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ കറക്റ്റ് ടൈം ആമേൻ അതിൽ നമ്മളെ എടുക്കും, നമ്മളെ പുറത്തെടുക്കും. നമ്മുടെ സിറ്റുവേഷൻസ് മാറും, നമ്മുടെ അവസ്ഥ മാറും. ഹല്ലേലൂയ എന്ന് വിശ്വസിക്കുന്നവനാണ് ഒരു ദൈവ പൈതൽ. ആമേൻ ഉറപ്പായിട്ടും ആശ്രയം യേശുവിൽ എന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ. ആമേൻ എൻ്റെ പൂർണ്ണ ആശ്രയം ആരിലാണ്? എൻ്റെ കർത്താവിലാണ്, അവനിലാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഈ ഭാഗ്യപദവി നമ്മിൽ നിന്ന് മാറ്റാൻ ആർക്കെങ്കിലും കഴിയുമോ? ആർക്കും കഴിയത്തില്ല, നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ രാത്രി നമ്മൾ ആ ഭാഗ്യപദവി മുറുകെ പിടിച്ചോളണം. ആമേൻ. നമ്മൾ ആരിൽ ആശ്രയിക്കുന്ന കൂട്ടമാ? ദൈവത്തിൽ ആശ്രയിക്കുന്ന കൂട്ടമാ. ഒരു മനുഷ്യനിലുമല്ല, ഈ ഒരു സാമ്പത്തിക നേതാവിലുമല്ല, ആമേൻ, ഒരു കൂട്ടുകാരനുമല്ല, ആമേൻ, ഒരു വ്യക്തിയിലുമല്ല, ഒരു മനുഷ്യനിലുമല്ല. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവത്തിലെന്ന് ആമേൻ വാ തുറന്ന് ശക്തമായിട്ട് ഈ രാത്രി നിങ്ങൾ വിളിച്ചു പറയുകയാണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനെ മാറ്റാൻ, നിങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ഹല്ലേലൂയ. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 10 പറഞ്ഞത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവീൻ. പല സിറ്റുവേഷനിലും നമ്മുടെ വായ തുറക്കാൻ പോകണ്ട കേട്ടോ. ആമേൻ. പല കുറ്റപ്പെടുത്തലുകളുടെ മധ്യത്തിലും പല അപവാദങ്ങളുടെ മധ്യത്തിലും നമ്മൾ പ്രതികരിക്കാൻ പോകണ്ട. ആമേൻ. പ്രതികാരം ആർക്ക് വിട്ടുകൊടുക്കണം? നമ്മുടെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. അപ്പം നമുക്ക് തന്നെ കാണാൻ പറഞ്ഞു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവീൻ. കാരണം ഒരു ഭക്തന് വേണ്ടി എന്തും ചെയ്യുന്നത് ദൈവമാ. അവൻ്റെ ജീവിതത്തിൽ എന്തും ചെയ്യാൻ പോകുന്നത് ആരാ? അവൻ്റെ കർത്താവാ. നമ്മൾ പ്രതികരിക്കാൻ പോകണ്ട, നമ്മൾ ഒരു വിഷയത്തിനും ആൻസർ കൊടുക്കണ്ട. ആമേൻ. ഒരു കളിയാക്കലിനും ഒരു അപവാദത്തിനും മധ്യത്തിൽ നമ്മൾ വായെ തുറന്ന് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകും. ഈ വേർഡ് 2 പ്രാവശ്യമായി ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ആമേൻ. യാക്കോബിന്റെ ദൈവം എന്ന് എടുത്തു പറയാൻ കാര്യം എന്തുവാ? ആമേൻ. ഹല്ലേലൂയ. ആദ്യമേ പിതാവായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇങ്ങനെ പറഞ്ഞു. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു. ആമേൻ. ദൈവത്തിന് ആമേൻ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിപ്പിച്ച് വിശ്വാസികളുടെ പിതാവായി എല്ലാ കാര്യത്തിലും വിശ്വസിച്ച് നിന്ന വ്യക്തിയാണ്, ഒരു പെർഫെക്റ്റ് വ്യക്തിയാണ്. ആമേൻ. ഒരു നിഷ്കളങ്കനായ വ്യക്തിയാണ് ആരാ?
ഇസഹാക്ക് പ്രൈസലോൾ ഒരു നിഷ്കളങ്കനാണ്. എന്നാൽ യാക്കോബിനെ പറ്റി പഠിക്കുമ്പോൾ അങ്ങനെയല്ല. യാക്കോബ് ഒരു ഉപായിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനൊരു ബലഹീനനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ കുറവുള്ളവനാണ്, തെറ്റുകുറ്റങ്ങൾ ഒത്തിരി ചെയ്തവനാണ്. അവൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ നമ്മളും വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല, നമ്മളും ബലഹീനരാണ്, നമുക്ക് കുറവുകളൊക്കെ ഉണ്ട്. ഈ ദൈവം, യാക്കോബിൻ്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഈ ദൈവം എൻ്റെ കുറ്റങ്ങളും ക്ഷമിക്കും, ഈ ദൈവം എൻ്റെ പാപങ്ങളും ക്ഷമിച്ച ദൈവമാണ്. പെർഫെക്റ്റ് അല്ലാത്ത എന്നെ നീതീകരിച്ച ദൈവമാണ്, ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവന്ന ദൈവമാണ്. എന്നാണ് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാണ്, നമ്മുടെ അഭയം. ആരാണ്? യാക്കോബിൻ്റെ ദൈവമാണ്. അപ്പം യാക്കോബിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് വലിയ പെർഫെക്റ്റായിട്ടല്ലാത്ത തെറ്റുകുറവുകളൊക്കെ ഉള്ള നമ്മളെയും സ്നേഹിച്ച് നമ്മളെ ബലപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിപ്പിച്ച് നമുക്ക് പ്രാഗൽഭ്യം തന്ന് നമ്മളെ ഒരു വിശുദ്ധ ജനമാക്കി മാറ്റി, നമ്മളെ ഒരു കോൺഫിഡൻ്റ് ഉള്ളവനാക്കി മാറ്റി, ദൈവവചനത്തിൻ്റെ മുന്നിൽ നമ്മളെ സമർപ്പിക്കത്തക്കവണ്ണം, നമ്മളെ എഗ്രി ചെയ്യിക്കത്തക്കവണ്ണം, നമ്മളെ അംഗീകരിക്കത്തക്കവണ്ണം ഹല്ലേലൂയ യാക്കോബിൻ്റെ ദൈവമായി അവൻ നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി നിങ്ങൾക്ക് ആത്മീയമായിട്ട് സന്തോഷം വന്നു, ആത്മവിഷയമായി ദൈവവചനം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നിങ്ങളുടെ ചിന്താകുലങ്ങളും ഭാരങ്ങളും മാറിയോ? ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ ഭാരങ്ങളെ ഒന്ന് ഇറക്കി വെക്കാമോ? ഹല്ലേലൂയ. നിങ്ങൾ ആത്മീകമായി സമ്പന്നനായിട്ട് ഈ ഹോള് വിട്ട് കടന്നു പോവുകയാണെങ്കിൽ സ്വർഗ്ഗം സന്തോഷിക്കുകയും ചെയ്യും. നിങ്ങളുടെ മേലെ, നിങ്ങളുടെ മുന്നിലുള്ള പ്രതികൂലത്തിൻ്റെ വഴികളെ ഓപ്പൺ ചെയ്യുന്ന നദി നിങ്ങളിൽ നിന്ന് ഒഴുകി തുടങ്ങും. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത് പോലെ ആരൊക്കെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. കഴിഞ്ഞ ബുധനാഴ്ച 2 സഹോദരിമാർ പ്രാർത്ഥിച്ചപ്പോഴും ഈ ജീവജല നദിയെ പറ്റിയാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബുധനാഴ്ച ഇരുന്നപ്പോഴേ എൻ്റെ ഉള്ളിൽ വന്നായിരുന്നു, ഈ സങ്കീർത്തനം എടുക്കുമ്പോഴും ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ള ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന ഒരു സങ്കീർത്തനം എടുക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഈ ആത്മീക നദി ഹല്ലേലൂയ, അതിനെ എല്ലാ ചത്ത അവസ്ഥകളെയും മാറ്റാൻ കഴിയും. ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മനദിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പരിശുദ്ധാത്മാവിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ക്രിസ്തീയ ജീവിതം ജയകരമായി മാറണമെങ്കിൽ സ്ട്രഗിൾ ഇല്ലാതെ ഭയങ്കര ഞെങ്ങിഞ്ഞെരുങ്ങിയ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, അപ്പോൾ വണ്ടിക്കൊക്കെ പോകുമ്പോൾ ഓയിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകുമ്പോൾ ഓയിലിട്ട് കഴിയുമ്പോൾ സ്മൂത്തായിട്ട് പോകുന്നത് പോലെ നമ്മുടെ ജീവിതം ഒരു സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ കൺട്രോൾ ചെയ്യാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ എല്ലാ ശുശ്രൂഷകളും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനയാകട്ടെ, എൻ്റെ പ്രസംഗമാകട്ടെ, പാസ്റ്റർ ആകട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരുടെ ഏതൊക്കെ ആത്മീയ ശുശ്രൂഷകളാണോ, ഇവിടെ കൊയർ സംഘം ഗാനം പാടുന്നതാണോ, പരിശുദ്ധാത്മാവിനൊന്ന് വിട്ടുകൊടുത്തേ. പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും, ആ ഡ്രൈ അങ്ങ് മാറും. അതുകൊണ്ട് സഭയിലെ എല്ലാ ശുശ്രൂഷകളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ നദി ഇങ്ങനെ ഒഴുകി തുടങ്ങാൻ വേണ്ടി എല്ലാവരും അനുവദിച്ചു കൊടുക്കുക. നിങ്ങൾ അനുവദിച്ചാലും നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങളിൽ നിന്നും ഒഴുകുന്ന പരിശുദ്ധാത്മാവിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അനേകം മത്സ്യങ്ങളെ നമ്മുടെ സഭ നിറയ്ക്കാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനകളെ രാത്രികാലം സങ്കീർത്തനത്തിൽ കൂടെ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം എന്നതാണ്? സ്തോത്രം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ വീര്യമുള്ള ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്തവൻ നമ്മോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ ദൈവമാകുന്നു. സ്തോത്രം. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമായി ഈ രാത്രികാലം നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. ഒരു നദി അത് ഒഴുകിക്കൊണ്ടിരിക്കുക. ആ പരിശുദ്ധാത്മ നദി വിശ്വസിക്കുന്ന
മ്യൂസിക്കിന്റെ ഉള്ളിൽ നിന്ന് ഇന്ന് രാത്രി കാലം പകരപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് നദി ചെല്ലുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് ആമേ സകലതും ജീവിച്ചെഴുന്നേൽക്കും. മരിച്ച അവസ്ഥയിലായിരിക്കുന്ന ചലിക്കുന്ന പ്രാണികളൊക്കെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ജീവിച്ചെഴുന്നേൽക്കുക. കർത്താവിടെയാകട്ടെ. സ്തോത്രം. ആ നദിയിൽ ഒന്ന് നീന്തി തുടിപ്പാൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്ക് ചില അവധികൾ വെച്ചിരിക്കുന്നത് അത് നിന്നെ നന്നാക്കിയെടുക്കുവാനാണ്. ആമേൻ. നിന്നെ പൊന്നുപോലെ പുറത്തെടുക്കുവാനാണെന്ന് ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് ദൂത് പറഞ്ഞിരിക്കുന്നല്ലോ. സ്തോത്രം. ആമേൻ. ലാസർ മരിച്ചെങ്കിലും സ്തോത്രം. യേശു തമ്പുരാൻ അവിടെ ചെന്നില്ലെങ്കിലും ആമേൻ. സ്തോത്രം. യേശു തമ്പുരാൻ അറിയാം ലാസർ മരിച്ചത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിനായിട്ടാണ്. ആമേൻ. ചില വിഷയങ്ങൾക്ക് ആമേൻ അത് താമസമുണ്ടെങ്കിലും നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിനായിട്ടാണ്. ചില ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നത് ആമേൻ. സ്തോത്രം. അത് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതിൽ കൂടെ ദൈവത്തിന്റെ നാമം മഹത്വമെടുപ്പാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മുമ്പിലത്തെ അവസ്ഥ സ്തോത്രം. ഹല്ലേലൂയ. പിമ്പിലത്തേതിലും അതിമഹത്വമായിരിക്കുമെന്ന് അരുളി ചെയ്തവനെ രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. നാറ്റം വെച്ചാലും ഹല്ലേലൂയ 4 നാളായാലും കല്ലറയ്ക്കരികിൽ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് നിന്റെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി കാലം നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവിൻ്റെ ദാസനെ അതിശക്തമായി ഈ രാത്രി കാലം കർത്താവ് ഉപയോഗിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് ഹല്ലേലൂയ വാക്യം പറഞ്ഞതിന് ശേഷം സഹോദരി സഹോദരന്മാർക്ക് ഹല്ലേലൂയ സാക്ഷ്യത്തിനും പ്രബോധനത്തിനും ഒക്കെയുള്ള സമയമുണ്ട്. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ് ജീസസ്. What a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything to God in prayer. Everything to God in prayer. What a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything to God in prayer. Truly I tell you, unless you change and become like little children, you will never enter kingdom of heaven. Matthew 18 verse 3. Please pray for me and my family. Praise the Lord. Anna, Papa, Anna, Anna, Praise the Lord. Praise the Lord. John 14 verse 6. I am the way, the truth and the life. No one comes to the Father except through me. Please pray for me and my family. Amen. Praise the Lord. My sheep listen to my voice. I know them and they follow me. John 10 verse 27. Please pray for me and my past. Praise the Lord. Praise the Lord.
Praise the Lord. We pull down every proud obstacle that is raised against the knowledge of God. We take every thought to captive and make it obey Christ. 2 Corinthians 10 verse 5. Please pray for me and my family. Praise the Lord. Joel 2 verse 21. Fear not, O land, but be glad and rejoice, for the Lord will do great things. Please pray for me and my family. Praise the Lord. Praise the Lord. God is our refuge and strength, a very pleasant help in trouble. Psalms 46 verse 1. Please pray for me and my family. Praise the Lord. Praise the Lord. Matthew 7 verse 7. Ask and it shall be given to you. Seek and you will find it. Knock and the door will be opened to you. Amen. Praise Lord. Matthew 7 verse 9, 10 and 11. Which of you, if his son asks for a bread, will give him a stone, or if he asks for a fish, will give him a snake? If then, though you are evil, know how to give good gifts to your children, how much more will your Father in heaven give good gifts to those who love him, those who ask him? Amen. Praise the Lord. Joshua 1 verse 9. Be strong and courageous. Do not be afraid. Do not be discouraged. For the Lord your God will be with you wherever you go. Amen. Praise the Lord. The fear of the Lord is the beginning of wisdom. The knowledge of the Holy One is understanding. Proverbs 9 verse 10. Please pray for me and my family. Praise the Lord. Praise the Lord. Jesus Christ the same as yesterday, today, and forever. Please pray for me and my family. Praise the Lord. For us many years, led by the Spirit of the God, they are the sons of the God. Please pray. Romans 8 verses 14. Please pray for me and my family. Praise the Lord. I will leave you comfortless, and I will come to you. John 14 verse 18. Amen. Praise the Lord. Romans 13 verses 12. The night is far gone and the day is at hand, so let us cast off the works of darkness and put on the armor of light. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദുഷ്ടതലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നിർമ്മലരായി നിഷ്കളങ്കരായി വിശ്വസ്തരായി വിശുദ്ധരായി വളർന്നു വരുവാൻ തക്കവണ്ണം സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി അഭിഷക്തരായി അനേകർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് കരങ്ങളുയർ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങെപ്പോലെൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങെപ്പോലെൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം
ആമേ സാക്ഷ്യമായ നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എല്ലാത്തിന്മേലും കർത്താവ് നടുകൊള്ളേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകാല ആമേന്റെ ജന്മദിന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്കാൻ പ്രകാശം വന്നിരിക്കുന്നു. അവിടെ ആത്മാവ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു പറഞ്ഞ പ്രകാരം കർത്താവിന് വേണ്ടി അധികമായി ശോഭിപ്പാന് അധികമായി ബലത്തോടെ ശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ വേണം. പ്രിയപ്പെട്ടവനെ കർത്താവ് ശക്തീകരിക്കുന്നതിനായി കുടുംബമായി അവരുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടകൊള്ളേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. ആമേ നാട്ടിലേക്ക് കടന്നു പോകുന്ന പ്രിയ സഹോദരങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായി ദൈവത്തെ സ്തുതിക്കാം. അമൃതി കുലിക്ക് വലിയൊരളവിൽ കർത്താവ് മടി കൊടുത്തെല്ലാവരെയും മാനിക്കേണ്ടതിനായിട്ട് കർത്താവിന് വേണ്ടി അധികമായി ചെലവാകുവാൻ വേണം പിന്നെയും സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ വിഷയങ്ങളെ ആമയെല്ലാം വഹിച്ചുകൊണ്ട് ചുരുക്കമായിട്ട് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം കർത്താവേ, ഒരുക്കി തന്ന ദൈവം നല്ല ദിവസത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവം ഞങ്ങൾക്ക് സഭയായ അങ്ങയുടെ മുമ്പാകെ കടന്നു വരുവാൻ കർത്താവെ ആരാധനയെങ്കിൽ വചനത്തെങ്കിൽ കർത്താവെ അങ്ങയുടെ ദൈവം അബ്ബാഹലലി പ്രകാശം ഞങ്ങളുടെ മേൽ ദൈവം അബ്ബാഹലലി ചൊരിയുന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവം തുടർന്നും അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന കർത്താവേ. ദൈവം അബ്ബാഹലലുയ ദൈവം അങ്ങയുടെ കൃപ കർത്താവെ. ദൈവം അങ്ങയുടെ തരുന്ന ദൈവം ധൈര്യം കർത്താവെ. ഞങ്ങൾ അർഹതയില്ലാത്തിരുന്ന കർത്താവെ, എങ്കിലും കർത്താവ് ഞങ്ങൾ എത്രത്തോളം ദൈവം ഞങ്ങളെ സഭയെ സ്നേഹിക്കുന്നതിനായി കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് ചേർന്ന് ഞങ്ങൾക്ക് പ്രത്യാശിക്കുവാൻ കർത്താവ് ഒരു നദി ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവം ജീവനില്ലാത്തത് കർത്താവെ, ദൈവം ജീവൻ പ്രാപിപ്പാൻ കർത്താവെ ദൈവം ഞങ്ങൾ ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാ ഹല്ലേലൂയ. ദൈവം കേൾപ്പിച്ചതായ സാക്ഷ്യങ്ങൾ കർത്താവെ. ദൈവം അപ്പാ ദൈവം പ്രത്യാശിച്ചുകൊണ്ട് കർത്താവെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം രോഗങ്ങൾ ദൈവം വിടുതൽ തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവം അപ്പാ ഹല്ലേലൂയ. നാട്ടിൽ പോകുന്നവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ കർത്താവെ. ദൈവം എയർവേയിലും കർത്താവെ ദൈവം അവിടെ നാട്ടിൽ ചെല്ലുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ കൃപ ദൈവം സാന്നിധ്യവും കർത്താവെ കാലാവസ്ഥയെല്ലാം അനുകൂലമാക്കി കർത്താവെ തക്ക സമയങ്ങളിൽ അവിടെ എത്തുവാൻ ദൈവം അപ്പാ ദൈവടിയാക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല മഹത്വം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്ര വഴിപാടുകളെ അപ്പാ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച ദൈവം അപ്പാ ഹല്ലേലൂയ എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ സഭയെ ദൈവം അപ്പാ ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ. ഏകാഗ്രതയോടും ഭയഭക്തിയോടും കർത്താവിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. സകലമാനവും മഹത്വം അങ്ങേക്ക് പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും താണിരിക്കാം. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. 7 മിനിറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 7 മിനിറ്റിൽ കർത്താവ് നമ്മോട് വീണ്ടും സംസാരിക്കണം. സ്തോത്രം. ഇതുവരെയും സംസാരിച്ച കർത്താവ് ഇനിയും സംസാരിക്കുവാൻ മതിയായവനാണ്. സ്തോത്രം. ആരും സഹായമില്ലാതെ ഏകനായി പത്മോസ് ദ്വീപിൽ കിടന്ന സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നവനെ ബലപ്പെടുത്തിയ തമ്പുരാൻ ഇന്ന് രാത്രി കാലവും നമ്മുടെ മധ്യമുണ്ട്. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയമായിരുന്നല്ലോ കർത്താവ്. ആമേൻ. സ്തോത്രം. 12 സവിശേഷതകളോടുകൂടിയവനായിട്ട് ആമേൻ തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ ദ്വീപിൽ കിടന്ന് മരിച്ചു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തവനായ ആമേൻ. സ്തോത്രം. കർത്താവ് അവൻ്റെ അരികിലേക്ക് തേജസ്വരൂപനായി ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച നമുക്കവിടെ കാണുവാൻ കഴിയും. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കേൾപ്പാൻ കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രന് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽ വീണു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഏറിയ സവിശേഷതകളോടുകൂടിയവനായി ആമേൻ. സ്തോത്രം. യേശു തമ്പുരാൻ യോഹന്നാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. സ്തോത്രം.
ആമീൻ നിലയങ്കി ധരിച്ചവനായിട്ട് ആമീൻ യേശു തമ്പുരാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഉദ്ദേശം ഹല്ലേലൂയ യേശുവിൻ്റെ സ്തോത്രം ഹല്ലേലൂയ പൗരോഹിത്യത്തെയും തൻ്റെ രാജത്വത്തെയും അത് കാണിക്കുന്നതാണെന്ന് നാം ചിന്തിച്ചുവല്ലോ. സ്തോത്രം ഹല്ലേലൂയ. നിലയങ്കി ധരിച്ചവനായി മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ പൊൻകച്ച സ്തോത്രം തൻ്റെ ശരീരത്തോട് ഹല്ലേലൂയ എങ്ങനെ ചേർന്നിരിക്കുന്നുവോ ആമീൻ അതുപോലെ ദൈവത്തിൻ്റെ സഭയെ മാറോട് ചേർത്തുകൊള്ളുന്നു എന്നുള്ളതിനെ സ്തോത്രം പ്രതികരിക്കുന്നതാണ് തൻ്റെ മാറത്തെ പൊൻകച്ച സ്തോത്രം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അടുത്തതായിട്ട് മാറത്ത് പൊൻകൊച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ തൻ്റെ തലയും മുടിയും സ്തോത്രം ഹല്ലേലൂയ വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം ആമേൻ തൻ്റെ പുരാതനത്വത്തെ ഹല്ലേലൂയ തന്നെക്കാട്ടിലും പുരാതനായ ഒരുവനുമില്ല എന്നുള്ളത് അത് കാണിക്കുകയാണ്. സ്തോത്രം. അവൻ പുരാതനനായ ദൈവമാണ്. അതുപോലെ വെള്ള വിശുദ്ധിയെ കാണിക്കുന്നു. ഞാൻ വിശുദ്ധനായിരിക്കിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന് ഉള്ള സ്തോത്രം അരുളപ്പാട് ഹല്ലേലൂയ തൻ്റെ സ്തോത്രം ഹല്ലേലൂയ ആമേ ആ സവിശേഷതയിൽ കൂടെ മനുഷ്യനെ ദൈവം കാണിച്ച് കൊടുക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം. മനുഷ്യരിലാകട്ടെ ആമേ സ്തോത്രം. 2 ദിനവൃത്താന്തം 29:5 വാക്യം ഒന്ന് വായിച്ചാട്ട് ലേവ്യരേ എൻ്റെ വാക്ക് കേൾപ്പീൻ. ഇപ്പോൾ ഞാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും വിശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളവീൻ. യേശു വിശുദ്ധനായിരിക്കുന്നത് പോലെ സ്തോത്രം ഹല്ലേലൂയ ആമേൻ. ദൈവത്തിൻ്റെ മക്കളായ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടണം. സ്തോത്രം. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 26-27 പറയുന്ന പ്രകാരം അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി കറയും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. കറയും ചുളുക്കവും മാലിന്യവും ഒന്നുമില്ലാതെ ശുദ്ധിയും നിഷ്കളങ്കയുമായി ദൈവത്തിൻ്റെ സഭ കാണപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. സ്തോത്രം ഹല്ലേലൂയ. അടുത്തതായി അവൻ്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ സ്തോത്രം. കർത്താവിൻ്റെ കണ്ണ് അത് അഗ്നിജാലയ്ക്കുള്ളത്. അതേ സ്തോത്രം ഹല്ലേലൂയ. അതുപോലൊരു കണ്ണ് മറ്റാർക്കുമില്ല. സ്തോത്രം. ആമേൻ. സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇരുട്ടിൻ്റെ മറവിൽ പോയി ഒളിച്ചിരുന്നാലും അവൻ്റെ കണ്ണുകൾ നമ്മെ തേടിയെത്തും. സ്തോത്രം. മലാഖി പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട് എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയുമായിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധീകരിക്കുന്നവനെ പോലെ ഇരുന്നു കൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. സ്തോത്രം ഹല്ലേലൂയ. അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? തമ്പുരാൻ വരാൻ സമയമായിരിക്കാൽ നമുക്ക് കരങ്ങൾ ഉയർത്തി
ദൈവത്തെ മഹത്വപ്പെടുത്താം. അവൻ്റെ വരവിങ്കൽ നൊടിയിടയ്ക്കുള്ളിൽ രൂപാന്തരം പ്രാപിച്ച് അവനോടൊപ്പം മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നവരായി തീരണമെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പൊന്നു ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെയും വെള്ളി ശുദ്ധീകരിക്കപ്പെടുന്ന പോലെയും ഹല്ലേലൂയ നാം എല്ലാവരും ശുദ്ധീകരണം പ്രാപിച്ചവരായി തീരണം. സ്തോത്രം. എന്നാൽ മാത്രമേ നീതിയുള്ള വഴിപാടിൽ ആമേൻ സ്തോത്രം നമുക്ക് നടത്തുവാൻ കഴിയുള്ളൂ, അതിലവൻ പ്രസാദിക്കുകയുള്ളൂ. 1 പത്രോസ് 1:7 ഒന്ന് വായിച്ചാട്ട്, അഴിഞ്ഞു പോകുന്നതും തീ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും മാനത്തിനും തേജസ്സിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. സ്തോത്രം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. സ്തോത്രം. വിശ്വാസത്തിന് ഒരു പരിശോധനയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ആ പരിശോധനയിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, അഴിഞ്ഞു പോകുന്നു തീ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ ഹല്ലേലൂയ അത് വിലയേറുക എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും മാനത്തിനും തേജസ്സിനുമായി കാണുവാൻ ഇടവരും. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. സങ്കീർത്തനം 11:4 വായിച്ചാട്ട്, യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ കണ്ണുകൾ അഗ്നിജാലയ്ക്കൊത്ത കണ്ണോടുകൂടിയ യേശു തമ്പുരാൻ അവന്റെ കണ്ണുകൾ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, അവൻ ദുഷ്ടനെ ശോധന ചെയ്യുന്നതിനേക്കാൾ നീതിമാനെ ശോധന ചെയ്ത ദൈവമാണ്. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. നീതിമാന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഈ ശോധനയിൽ കൂടെ ഹല്ലേലൂയ അവൻ ശുദ്ധിയുള്ളവനായി മാറ്റപ്പെടണം. സ്തോത്രമെങ്കിൽ മാത്രമേ യേശു തമ്പുരാന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാനിടയാകുകയുള്ളൂ. ആമേൻ. സങ്കീർത്തനം 15:3 പറയുന്നു, യഹോവയുടെ കണ്ണെല്ലടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. 1 Corinthians 4:5 പറയുന്നു, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, സ്തോത്രം. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഹൃദയങ്ങളുടെ ആലോചനയെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ ആമേൻ ദൈവത്തിൽ നിന്ന് പുകഴ്ച ഉണ്ടാകുമോ? സ്തോത്രം. ദൈവത്തിൽ നിന്ന് അപമാനമേൽക്കേണ്ടി വരുമോ എന്ന് ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ഒന്നുകൂടെ ശോധന ചെയ്യാം. അഗ്നിജാലയ്ക്കൊത്ത കണ്ണോടുകൂടിയവർ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അവനെ മറഞ്ഞിരിക്കുന്നതായിട്ട് ഒന്നുമില്ല. ആമേൻ. 139 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണമൊക്കെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നിനക്ക് മറവായിരിക്കുന്നത് എനിക്ക് ആമേൻ നമ്മുടെ കർത്താവിന് മറവായിരിക്കുന്നത് ഒന്നുമില്ല. എബ്രായർ 4:13 പറയുന്നു, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതല് നമ്മുടെ പ്രവാസകാലം നമുക്ക് ഭയത്തോടെ കഴിക്കാം. ദൈവ
ദൈവസന്നിധാനത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഈ രാത്രികാലം ആമേൻ സ്തോത്രം കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ. കർത്താവിൻ്റെ ആ ദിവസത്തിൽ നമുക്ക് സഹിച്ചു നിൽക്കുവാൻ കഴിയുമോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവൻ ശോധന കഴിച്ച് നമ്മെ ശുദ്ധീകരിച്ച് ഹല്ലേലൂയ ആമേൻ നീതിയുള്ള വഴിപാട് കഴിപ്പാൻ നമ്മെ യോഗ്യരാക്കി തീർക്കേണ്ടതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. എങ്കിൽ ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യ സാദൃശ്യനായ ആമേ മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവൻ്റെ ഈ തലമുടിയും വെളുത്ത മഞ്ഞ് പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സാദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അഗ്നിജാലയ്ക്കത്ത് കണ്ണോടുകൂടിയവനായ മാറത്ത് മുൻകച്ച കെട്ടിയവനായ യേശു തമ്പുരാൻ ഇന്ന് രാത്രികാലവും നമ്മുടെ മധ്യയുണ്ടല്ലോ. അവരുടെ സന്നിധാനത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം. വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ, പൊന്ന് ഊതിക്കഴിക്കുന്നത് പോലെ ശുദ്ധീകരണം പ്രാപിച്ച് നീതിയുടെ വഴിപാടുകളെ അർപ്പിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ജയ്സംബരം പ്രാർത്ഥിച്ചാട്ടും. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ കർത്താവേ, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വെള്ളിയാഴ്ച പ്രിയപ്പെട്ട കടന്നു കർത്താവിനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ കർത്താവ് സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് രാത്രി കടന്നു നിമിഷം വരെ കർത്താവ് ഇതുവരെയും കർത്താവിന് വലിയ സ്ഥാനത്ത് ഞങ്ങളെ മറച്ച കുറവയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാനും കർത്താവ് നിങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. നല്ല ആരാധന കർത്താവ് സംസാരിക്കുന്ന കർത്താവ് ബലപ്പെടുത്തി കുറവയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരു ജീവിതത്തിൽ നദികൾ പരിശുദ്ധന്മാവന്റെ നദികൾ കൂടെ കർത്താവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഴിയാത്ത കർത്താവേ, ആ വലിയ ആത്മസത്ത പ്രാപിച്ചു മടങ്ങിപ്പോകാൻ കർത്താവിനെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണേയും പ്രാർത്ഥന കർത്താവ് ദാസനെ കളിപ്പിച്ച കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, പത്മോസിന്റെ ഏകാന്തതയെ കർത്താവേ, യോഹന്നാനെ കർത്താവ് അവിടുന്ന് ബലപ്പെട്ട കർത്താവേ, കർത്താവ് കൊടുത്ത ആത്മീയ ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. 7 പൊന്നല വെള്ളക്കുള്ളിൽ കർത്താവ് ഉയർത്തുന്നതിനായ കർത്താവേ, ആ യേശുവിന്റെ കർത്താവ് വലിയ തേജസ്സോട് കൂടിയ കർത്താവേ, പ്രത്യാശ നൽകുന്ന ആ ഒരു വലിയ ആത്മീയ സത്യത്തിലേക്ക് കർത്താവ് നടത്തുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്ലെങ്കിൽ കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരും കർത്താവേ, വെള്ളി ഊതി കഴിക്കുന്ന പോലെ കർത്താവ് ശുദ്ധീകരണം പ്രാപിച്ച കർത്താവേ, കർത്താവ് പൊന്നു ഊതി കഴിക്കുന്ന പോലെ ശുദ്ധീകരണം പ്രാപിച്ച കർത്താവേ, ാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദാദിയോട് കർത്താവിനായി സ്തോത്രം. അല്ലെങ്കിൽ ഓരോ പ്രിയപ്പെട്ട കർത്താവ് മടങ്ങി പോകുന്ന കർത്താവേ, കർത്താവിന്റെ ഏവരെയും കർത്താവ് ക്ഷേമത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ കർത്താവേ, ഏവരുടെ ഫലങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. ബുധനാഴ്ച നടക്കുന്ന എല്ലാ മീറ്റിംഗിലെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബുധനാഴ്ചത്തെ മീറ്റിംഗിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് വലിയ ആത്മസത്ത കടന്നു വന്ന കർത്താവേ, ഈ വചന സത്യം മനസ്സിലാക്കാൻ കർത്താവ് സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ കാര്യങ്ങളും വെള്ളിയാഴ്ച നടക്കുന്ന മീറ്റിംഗിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ബലപ്പെടുത്തണേയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദേവാസന്റെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ കർത്താവേ നയിക്കുവാൻ ആവശ്യമായ ദൈവരൂപ ധാരാളമായ കർത്താവിന് പകർമാറാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ കാര്യത്തിലും കഥയിലേൽപ്പിക്കുന്നു പ്രാർത്ഥന. അതിനെല്ലാം കൊണ്ടുപോയി സ്തോത്രം യേശുവിൻ നാമം തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടവചനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ടത് കുഞ്ഞാട് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.
Oh,